ഈ ലോകത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ 100-99% മതത്തിൻ്റെ പേരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാം, മതം മനുഷ്യരാശിയുടെ ഒരു അന്തകനാണ്. ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ശരിക്കും പേടി തോന്നുകയാണ്. കാരണം മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തന്നെ യാതൊരു കരുണയും കൂടാതെ ആക്രമിക്കുന്നു, കൊല്ലുന്നു. എത്ര ക്രൂരമായ ദൃശ്യങ്ങളാണ് ഇന്ന് വാർത്തകളിൽ വരുന്നത്. പണ്ടൊക്കെ ഈ ഓണം, പെരുന്നാൾ, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആഘോഷവും സന്തോഷവും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പേടിയാണ്. കാരണം എത്രത്തോളം വിദ്വേഷ പ്രചരണങ്ങളും ആഹ്വാനങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുമെന്ന് നമുക്കറിയില്ലല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് മതവിശ്വാസം പഠിപ്പിക്കുന്നു. യുക്തിക്ക് നിരക്കാത്തതും സ്വന്തം വർഗത്തിനോട് പോലും വിദ്വേഷവും വെറുപ്പും തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മതവിശ്വാസം മരിക്കും വരെ 1 ഇഞ്ച് പോലും മാറാതെ അവരത് പാലിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ലോകത്തെ പല മതങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ ഇതിനു പകരം പൗരബോധവും സാമൂഹിക നിയമങ്ങളും പരസ്പര ബഹുമാനവുമല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്? വിമർശനാത്മകമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും അവരുടെ വൈദഗ്ധ്യങ്ങൾ വികസിപ്പിച്ചെടുക്കാനുമല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? എങ്കിലല്ലേ നല്ലൊരു പൗരന്മാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതിലൂടെയല്ലേ നല്ലൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ഇനിയെങ്കിലും നമ്മളിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതവും മതവിശ്വാസവും മതവിദ്യാഭ്യാസവുമുള്ള ഒരു കുട്ടിയെയാണോ നിങ്ങൾക്ക് വേണ്ടത്? പൗരബോധവും പരസ്പര ബഹുമാനവും ചിന്താശേഷിയുമുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസമുള്ള കുട്ടിയെയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും എഴുതി വെച്ച മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലി ചാകേണ്ടവരാണോ നമ്മൾ?